മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ സിപിഐ പഞ്ചായത്ത് അംഗം വ്യാജരേഖ നിർമ്മിച്ചെന്നാരോപിച്ച് മൂന്നാർ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. ഉപരോധം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ CPI മെമ്പർക്കെതിരെയാണ് വ്യാജരേഖ ചമച്ചതായുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിനായി തന്റെ ഒപ്പും സീലും വ്യാജമായി ഉപയോഗിച്ച് സമ്മതപത്രം തയ്യാറാക്കിയതായി കഴിഞ്ഞ ജൂലൈ 5-ന് മൂന്നാർ SC/ST ഓഫീസർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ലക്ഷ്മി എസ്റ്റേറ്റ് സ്വദേശിയായ മൂർത്തിക്ക് വേണ്ടിയാണ് വ്യാജരേഖ ചമച്ചത്. ഇയാൾക്ക് നേരത്തെ ലൈഫ് പദ്ധതി അനുസരിച്ച് വീട് ലഭിച്ചിട്ടുണ്ട്. രേഖകൾ തയ്യാറാക്കി നൽകിയത് പഞ്ചായത്ത് അംഗമാണെന്ന് മൂർത്തി പോലീസിന് മൊഴി നൽകിയിരുന്നു. സമ്മതപത്രത്തിലെ ഒപ്പിന് ഓഫീസറുടെ ഒപ്പിനോട് സാദൃശ്യമുണ്ടെങ്കിലും ഒപ്പ് തന്റേതല്ലെന്ന് ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് CPI പഞ്ചായത്ത് അംഗമായ സന്തോഷിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. ഉപരോധ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. கையெழுத்து யாரும் போட முடியாத, யாரும் கையெழுத்து செய்ய முடியாத அந்த கையெழுத்தை போட்டுக்கொண்டு இந்த பணத்தை வாங்கி வேறொரு ஆளுடைய பேருக்கு பணத்தை வாங்கி என்ன செய்ய போகிறார்களோ என்று எங்களுக்கு தெரியும். இதுபோன்ற ஒரு சம்பவம் இதுவரை மூணார் பகுதியில் எத்தனையோ அரசியல் கட்சி தலைவர்கள் இருக்கிறார்கள். எத்தனையோ முறை பஞ்சாயத்துகளுக்கு வந்திருக்கிறது. அந்த பஞ்சாயத்து நடத்திய காலகட்டங்கள் எல்லாம் இதுபோன்ற தவறுகளை செய்த ஒரு மெம்பருக்கு இல்லை, ஒரு பஞ்சாயத்து தலைவருக்கு இல்லை, ஒரு அரசியல் கட்சி நிர்வாகிகள். വ്യാജമായി സീൽ നിർമ്മിച്ച് കള്ളയൊപ്പിട്ട് സമ്മതപത്രം തയ്യാറാക്കിയ പഞ്ചായത്ത് അംഗത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. മൂന്നാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് C നെൽസൺ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ, DCC സെക്രട്ടറി G മുനിയാണ്ടി, R കർപ്പുസ്വാമി, മാർഷ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.